ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഈ ഒരു എണ്ണ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ക്രീം വിപണിയിൽ കിട്ടും, അത് വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാൻ പറയാൻ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 50 വയസ്സ് പിന്നിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. 50 വയസ്സ് കഴിഞ്ഞവർ അവർ ഒന്നും നോക്കത്തില്ല. അതായത് കൊളാജൻ കുറഞ്ഞാലോ അല്ലെങ്കിൽ എലാസ്റ്റിൻ പോയാലോ ഒന്നും ഇവർ നോക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരീരം ചുളിഞ്ഞ് പെട്ടെന്ന് തന്നെ ശരീരത്തിന് പ്രായാധിക്യം ഒരുപാട് ഏജ് തോന്നിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. നമ്മൾ ക്രീമോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്യണമെങ്കിൽ അതല്ല, ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഉഴുന്നിലെല്ലാം ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഉഴുന്നൊക്കെ നമ്മൾ ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കി ആവിയിൽ വേവിക്കുന്ന ആഹാരം കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ വെള്ളം ഒരുപാട് കുടിക്കുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനെയെല്ലാം. അതുപോലെ ചീര ഒരുപാട് തോരൻ വെച്ച് കഴിക്കുക, ഇലക്കറികളൊക്കെ കഴിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും വിറ്റമിൻസും എല്ലാം കിട്ടും. അത് മുട്ടയുടെ വെള്ള കഴിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കുക. 50 വയസ്സ് പിന്നിടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരത്തിലെല്ലാം നല്ല ചുളിവുകൾ വീഴാതെ നല്ല അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്നുമല്ല പറയാൻ വന്നത്, നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഏലാതി വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു എണ്ണയെക്കുറിച്ചാണ് പറയാൻ വന്നത്. അതായത് ഏലാതി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏലാതി തൈലം, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചതിന് ശേഷം ഏലാതി തൈലം വളരെ നല്ലതാണ്. അതായത് നീരിറക്കത്തിന്, നമ്മുടെ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടൊരു തൈലമാണ് ഈ ഏലാതി തൈലം. ഇത് ചെവി വേദന, പല്ല് വേദന, അതുപോലെ പല്ലിൽ കേട്, ചൊറി, പിന്നെ അതുപോലെ തന്നെ വായ്പുണ്ണ്, ഇവയ്ക്ക് എല്ലാത്തിനും ഫലപ്രദമായിട്ടുള്ളതാണ് ഏലാതി തൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പല്ലിൽ കേട് വന്നാൽ പോലും ഏലാതി തൈലം വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ഇത് തലയിൽ തേക്കുന്നതിനും ശരീരത്തിൽ തേക്കുന്നതിനും എല്ലാം ഇതെന്താണ് ഭയങ്കരമായിട്ടുള്ള നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ സോറിയാസിസ് പോലുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഏലാതി തൈലം വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ ശരീരത്തിന് നിറം നൽകാനായിട്ട് ഈ ഏലാതി തൈലം നല്ലതാണ്. നമ്മൾ ഏലാതി ക്രീം വാങ്ങിച്ച് മുഖത്തെല്ലാം യൂസ് ചെയ്യാറുണ്ട്. അതായത് മുഖത്തുള്ള സ്കിന്നിൻ്റെ തൊലി ചുളുങ്ങുന്ന ആൾക്കാർക്കും അല്ലാത്ത ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്രീമാണ് ഏലാതിയുടെ ക്രീം. പക്ഷേ ഈ ഏലാതി തൈലവും ഏലാതി വെളിച്ചെണ്ണയും എന്തായാലും നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണത്തില്ല, എങ്കിലും ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ത്വക്ക് രോഗത്തിനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഏലാതി തൈലത്തിലടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഏലാതി എണ്ണയാണ് ഏറ്റവും നല്ലത്. അവർക്ക് ചൊറി, ചിരങ്ങ് ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് ഈ ഏലാതി എണ്ണ വാങ്ങിച്ച് പുറത്തിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഈ തൈലം വളരെ നല്ലതാണ്. അപ്പോൾ തൈലത്തിനേക്കാളും കുട്ടികൾക്ക് നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നിങ്ങൾ കൊച്ചു കുട്ടികൾക്ക് വെളിച്ചെണ്ണയും വലിയൊരു തൈലമായിട്ടും, വലിയ ആൾക്കാർ പ്രായപൂർത്തിയായവർ തൈലവും യൂസ് ചെയ്യുക. അതുപോലെ ചൊറി, കരപ്പൻ, ജലദോഷത്തിന് ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു, അതായത് ഇപ്പോൾ ജലദോഷം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നൊരു തൈലമാണ് അത് ഏലാതി തൈലം. അപ്പോൾ നിങ്ങൾ ഈ ഒരു തൈലം ഓർത്ത് വെച്ചതിന് ശേഷം ഇത് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്സ് പറയാനാണ് ഞാൻ വന്നത്. നാളെ പുതിയ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ബൈ.